എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ അപ്പോൾ നമ്മുടെ +2 ഓണപരീക്ഷയുടെ സ്പെഷ്യൽ വീഡിയോ സീരീസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയ ചെറിയ വീഡിയോസിലൂടെ, ഷോർട്ട് വീഡിയോസിലൂടെ ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കുന്ന ഒരു വീഡിയോ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ അടുത്ത ഒരു പാർട്ടിലേക്ക് നമുക്ക് കയറാം. നമ്മുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് ഓണപരീക്ഷകൾക്കൊക്കെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്ന രണ്ട് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിന്റെ ഭാഗങ്ങളാണ്, പാർട്ട് എയും പാർട്ട് ബിയും. അപ്പോൾ ഈ ഒരു ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, ഇഫ് എ ഈസ് ഈക്വൽ ടു ഒരു ഡിറ്റർമിനന്റ് ആണ്, ഡിറ്റർമിനന്റ് 1 0 0. അപ്പോൾ ഇവിടെ രണ്ട് എലമെന്റ് 0 ആയത് തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ്. കാരണം എന്താണ്, സാധാരണഗതിയിൽ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു അത് കഴിഞ്ഞ് ഈ എലമെന്റ് ഇൻറ്റു പിന്നെ ഈ എലമെന്റ് ഇൻറ്റു അങ്ങനെയൊക്കെ പോകാറുണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ട് എലമെന്റുകൾ ഇൻറ്റു ചെയ്യുന്ന ആ സ്റ്റെപ്പുകൾ നമുക്ക് ഒഴിവാക്കാം, കാരണം അത് 0 ആണ്. അപ്പോൾ 1 ഇൻറ്റു ഡിറ്റർമിനന്റ് എക്സ്ക്ലൂഡിംഗ് ദ റോ ആൻഡ് കോളം കണ്ടെയ്നിങ് ദാറ്റ് എലമെന്റ്. അപ്പോൾ 1 ഇൻറ്റു ഡിറ്റർമിനന്റ് കോസ് എക്സ് സൈൻ എക്സ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ശരിയാണല്ലോ. -0 ഇൻറ്റു +0 ഇൻറ്റു പോലെയുള്ള സ്റ്റെപ്പുകളൊന്നും നമുക്ക് ഇവിടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നോക്കാം, നമുക്ക് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എ പാർട്ടിന്റെ ആൻസർ എന്താണ് വരിക? ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ഡിറ്റർമിനന്റ്. അപ്പോൾ 1 ഉള്ള റോയും കോളം ഒഴിവാക്കി ബാക്കി നിൽക്കുന്ന 4 പേരുടെ ഡിറ്റർമിനന്റ് അല്ലേ. കോസ് എക്സ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? കോസ് എക്സ് ഇൻറ്റു മൈനസ് കോസ് എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്താണ്? സൈൻ സ്ക്വയർ എക്സ്. ശരിയാണല്ലോ. അപ്പോൾ ഈ രണ്ട് ടേംസിൽ നിന്ന് ഒരു മൈനസ് നമുക്ക് ഇങ്ങോട്ട് പുറത്തെടുക്കാം അല്ലേ. മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി എന്താണ് വരിക? മൈനസ് പുറത്ത് വന്നാൽ ബാക്കി കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും അല്ലേ. സൈൻ സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സും കൂട്ടിയാൽ എന്താണ് ആൻസർ വരുന്നത്? 1 ആണ് ആൻസർ വരുന്നത്. സോ -1 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. പാർട്ട് ബി നോക്കാം നമുക്ക്. ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ്, എ എന്ന് പറയുന്നത് എങ്ങനെയുള്ള മെട്രിക്സ് ആണ്? എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിന്റെ ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ്? 2 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് 4a എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജനറൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സംഗതി, ഡിറ്റർമിനന്റ് ഓഫ് കെ എ എന്ന് പറയുന്നത് k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. അവിടെ n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഡിറ്റർമിനന്റ് ഓഫ് കെ എ എന്ന് പറയുന്നത് എന്താണ്? k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. അവിടെ n എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ആണ്. ശരിയാണല്ലോ. അപ്പോൾ അത് പ്രകാരം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിറ്റർമിനന്റ് ഓഫ് 4a ആണ്. അപ്പോൾ അതെന്താണ്? 4⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് വരേണ്ടത്. 4⁻n എന്ന് പറയുന്ന ഓർഡർ ആണ്. ഓർഡർ അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഓർഡർ എത്ര ആണെന്ന് പറഞ്ഞേക്കുന്നത്? ഓർഡർ 2 ആണെന്നാണ് ക്വസ്റ്റിനകത്ത് അവർ പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഓർഡറിന്റെ പ്ലേസിലോട്ട് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കണം? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 4² ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ, അതായത് 16 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. 16 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ അവർ ക്വസ്റ്റിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ എത്രയാണ്? 3 ആണ്. ശരിയല്ലേ. അപ്പോൾ 16 ഇൻറ്റു 3 ആണ് ആൻസർ വരിക. എത്ര വരും? 48 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഡിറ്റർമിനന്റ് കെ എ എന്ന് പറയുന്നത് k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. അവിടെ n എന്ന് പറയുന്നത് ആ മെട്രിക്സിന്റെ ഓർഡർ ആണ്. സ്ക്വയർ മെട്രിക്സ് ആണ്. ആ സ്ക്വയർ മെട്രിക്സിന്റെ ഓർഡർ ആണ് എന്തെന്ന് പറയുന്നത്? n എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട്, ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ഇപ്പോൾ ഇതെല്ലാം എക്സാമിന് മുമ്പ് ഒന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എക്സാമിന് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. വീണ്ടും അടുത്തൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ടാറ്റ ബൈ ബൈ, സീ യു.